ഒരുപാട് കാശുള്ള വീടായിരുന്നു ദിലീപ് എന്റേത്. അതുതന്നെയായിരുന്നു എന്റെ ശാപവും. ഡാഡിയും മമ്മിയും കണ്ട ഓർമ്മ പോലും ഇല്ല എനിക്ക്. ഒരു ആക്സിഡന്റ് ആയിരുന്നു. പിന്നീട് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായി എന്റെ ജീവിതത്തില്. ഒടുവിൽ സിനിമയിലും എത്തി. ആ, ഞാൻ ദിലീപിനെ ബോറടിപ്പിക്കുന്നുണ്ടോ? ഹേയ്, ഞാൻ ചോദിച്ചുകൊണ്ടല്ലേ മാഡം ഇത്ര എന്നോട് പറഞ്ഞത്. ഞാൻ ഓവർ സ്വാതന്ത്ര്യം എടുക്കുമെന്ന് കരുതരുത്. ഈ സതീഷ് നായർ എങ്ങനെയാ മാഡം പരിചയപ്പെട്ടത്? അതും ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ ആദ്യത്തെ പടം റിലീസായപ്പോ വന്ന കത്തുകളുടെ കൂട്ടത്തിൽ സതീഷിന്റെ കത്തും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ എല്ലാ ചിത്രങ്ങളെക്കുറിച്ചും സതീഷ് എനിക്ക് എഴുതുമായിരുന്നു. ക്രമേണ ഒരു വല്ലാത്ത അടുപ്പമായി മാറിയത്. ഒരുപാട് ദൂരെയാണെങ്കിലും വാക്കുകളിലൂടെ എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് തോന്നൽ. സതീഷിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കേരളത്തിൽ തന്നെ താമസിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതും. മാഡം, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ. ദിലീപ് എന്താ അങ്ങനെ ചോദിച്ചേ? പറയോന്നറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുക, ആരാണ് ഈ ലൂക്കോച്ചൻപേട്ട? ലൂക്കോച്ചൻപേട്ടയോ? ഇല്ല, എനിക്കറിയില്ല. ദിലീപ് വരൂ, സമയം ഇപ്പൊ തന്നെ ഒരുപാടായി. എടാ, നമ്മുടെ ദിലീപിനെ കുറിച്ചുള്ള ഇന്റർവ്യൂലായി എബ്രഹാം ജോൺ പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? അവനെ സിനിമാ നടനാക്കിയത് അയാളാണെന്ന്. എവിടെ നോട്ടെ, നമ്മള് മദ്രാസിൽ പോയി ചുറ്റിക്കറങ്ങിയതും പോലീസിനെ പിടിയിലായതും അയാള് കാരണ. എന്നിട്ട് അയാൾക്കൊരു പണി കൊടുത്താലോ? അയാൾക്ക് ഇപ്പൊ തന്നെ പണിയുണ്ടല്ലോ, PR ഇല്ലേ? പിന്നെ പണി നമ്മളെ അയാള് കളിപ്പിച്ച പോലെ നമുക്ക് അയാളൊന്ന് കളിപ്പിച്ചാലോ? എന്താ നേരാണോടെ? ജോണേട്ടനോട് ഞങ്ങൾ കള്ളം പറയോ? സിനിമാ നടനായ പിന്നെ ദിലീപിന് പഴയ വീട്ടിൽ താമസിക്കാൻ ഒരു മടി. അതാ സിറ്റിയിൽ പുതിയ വീട് നോക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് ചേട്ടന് ഞങ്ങളുടെ വക ഒരു കോള്. എങ്ങനുണ്ടേ ഇപ്പോഴത്തെ വീട്? നമുക്ക് 4 മണി തടയുന്ന കേസാണോടെ? കൊള്ളാം, തടയുമെന്നാ? ചേട്ടൻ ഈ വീട് കച്ചവടത്തിലൊന്ന് കലങ്ങി തെളിയും. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണടേ ഒരു പാര? ദിലീപ് എങ്ങനെ വിവരം അറിഞ്ഞ ഈ കച്ചവടം നടക്കില്ല. അതെന്താണടേ? അവന്റെ മനസ്സ് മുഴുവൻ ചേട്ടൻ ഞങ്ങളെ മദ്രാസിൽ ചുറ്റിച്ചതിന്റെ ദേഷ്യ. അതൊക്കെ പഴയ കഥകളല്ലേ. ഇപ്പൊ എങ്ങനെയാടേ ആ വീട്ടിൽ കയറി പറ്റാനൊരു മാർഗം? ഒരേ ഒരു മാർഗമുള്ളൂ. ദിലീപിന്റെ അമ്മയും അമ്മാവനും അവരെ ചെന്ന് കണ്ട് സോപ്പിട്ടാൽ സംഗതി ക്ലീൻ. എന്നേക്കാൾ വലിയൊരു സോപ്പ് വേറെ ആരും. സോപ്പ് കൊണ്ടൊന്നും കാര്യമില്ല. തറവാട്ടിൽ പറഞ്ഞവർക്ക് അവരെ വീട് കൊടുക്കും. കുമ്പളങ്ങി തടത്തിൽ തറവാട്ടിൽ ഉണ്ണുണ്ണി തിരകന്റെ പോലെ എബ്രഹാം ജോൺ തറവാടിയല്ലെന്ന് ആര് പറഞ്ഞടേ? എത്രയും വേഗം ഞാൻ അവിടേക്ക് പോകും.